ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒരു ബ്രാഞ്ച് നമുക്ക് തിരുവല്ലായി തുടങ്ങാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതിയുടെ പറയും. ഇപ്പൊ IT പാർക്ക് സാറ് പറഞ്ഞു, അതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് ജോലികൾ, ബാങ്ക് ജോലികൾ ഇവയൊക്കെ നേടാൻ അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ട്? നമുക്കിപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണല്ലോ യുവാക്കൾ തിരുവല്ലയിൽ അഭ്യസ്തവിദ്യരായി നിൽക്കുന്നത്. അപ്പോൾ ഒരു സിവിൽ സർവീസ് അക്കാഡമി കൊണ്ട് നമുക്ക് പൂർണ്ണമായി ഇത് പരിഹരിക്കാൻ കഴിയില്ല. വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമല്ലേ അതിനുള്ള സാധ്യതയുള്ളൂ. അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. നേരത്തെ അത്തരം അക്കാഡമികൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും അത്ര വിജയകരമായി പോകുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് MLA മലപ്പുറം ജില്ലയിലൊന്നും തുടങ്ങിയിട്ട് വളരെ വിഷമിച്ചാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പക്ഷേ തിരുവല്ലയിൽ അതിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളുള്ളത് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഓപ്പണിങ് വളരെ കുറവാണ്. ഇത്രയും ആളുകൾക്ക് മാത്രമേ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. പ്രധാനമായി ഇപ്പോൾ LDFൻ്റെ പ്രകടന പത്രിക ഇന്നലെ ഇറക്കിയതിൻ്റെ അകത്ത് ഈ വിജ്ഞാന കേരളം എന്നൊരു ആശയം കൊണ്ടുവരികയാണല്ലോ. ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക. ഞാൻ ആ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ, LDFൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അപ്പോൾ ഇന്നലെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാനം ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു ക്യാപിറ്റലായി, ഒരു മൂലധനമായി മാറുമ്പോൾ അത് എങ്ങനെ പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്ക് പദ്ധതികൾ തിരുവല്ലയിൽ കൊണ്ടുവരാൻ കഴിയും. ഏകദേശം 2 ലക്ഷം വോട്ടർമാരാണ് തിരുവല്ലയിലുള്ളത്. ഇതിലൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് വുമൻ വോട്ടേഴ്സ്, സ്ത്രീകളാണ് കൂടുതൽ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ടെന്നാണ് കണക്ക്. സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? അത് കേരളത്തിലെ പൊതു കണക്ക് തന്നെയാണ്. അത് കേരളത്തിൽ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത്. വോട്ടർമാരോട് പൊതുവായി പറയുക, അക്കൂട്ടത്തിൽ കേരളത്തിൽ സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് നിർണായകമായി പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് മുഖ്യധാരയിൽ സ്ത്രീകൾ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ല പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള നടപടി ആദ്യം സ്വീകരിച്ചത് കേരളമാണ്. ഇപ്പോൾ പകുതിയിലധികം. അപ്പോൾ അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരികയും അവർ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞവർ ഇനി കൊണ്ടുവരാനൊന്നുമില്ല, ആ ഒരു ഇടം അവർക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും എന്നതാണ് കൊടുക്കാനുള്ള മെസ്സേജ്. രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മത സാമുദായിക നേതാക്കളുടെ അരമനകൾ സ്ഥിരം സന്ദർശിക്കുന്നതായിട്ട് പറയുന്നു. താങ്കൾ അങ്ങനെ സന്ദർശിക്കാറുണ്ടോ? താങ്കളുടെ അങ്ങനത്തെ അധികം പോസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പ്രമുഖ വ്യക്തികളെയും കണ്ട് അനുഗ്രഹം തരാറുണ്ട്. അത് സാമുദായിക നേതാക്കൾ, മുൻ നേതാക്കന്മാർ അടക്കമുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കുന്നത് ഒരു വലിയ ബാധകമാണെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ കണ്ടാലുടൻ ഞാൻ ഫോട്ടോഗ്രാഫറുമായി പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവമായിരിക്കില്ല. ഞാൻ എല്ലാ ആളുകളെയും, എല്ലാ മതത്തിലും പെട്ട എല്ലാവരെയും തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴും അവരുമായി നല്ല ബന്ധം പുലർത്താറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവെക്കാറുണ്ട്. അത് പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊരു വലിയ ബാധകമാണെന്നൊന്നും ഞാൻ കരുതുന്നു. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA കേരള നിയമസഭയിൽ എഴുന്നേറ്റ് ഇന്ന് സംസാരിക്കുമ്പോൾ ജനം കേൾക്കും, വളരെ ആകാംക്ഷയോടെ കേൾക്കും. താങ്കൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട്, അത് താങ്കളുടെ സംശുദ്ധ രാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നൊരു കപട ലോകമാണ്. തരികിടകൾ കാണിക്കാത്തവർക്ക് സർവൈവ് ചെയ്യാനൊക്കത്തില്ല, പ്രത്യേകിച്ച് പൊളിറ്റിക്സ്. അതുകൊണ്ട് പണ്ട് കവി പറഞ്ഞതുപോലെ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് മാത്യു ടി തോമസ് നിയമസഭയുടെ ഒരു അസറ്റാണ്. കാരണം ഞാനവിടെ പ്രധാനമായും ഈ പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർക്ക് നടപടിക്രമങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാസ് എടുക്കാൻ സ്പീക്കർ ചുമതലപ്പെടുത്തിയ 2 തവണയും എന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. നിയമസഭയിൽ എൻ്റെ പ്രസംഗങ്ങൾ ഞാനൊരു പരിധി വിട്ട് മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ആദർശത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം തന്നെയാണ് ഞാൻ ഇതുവരെ നടത്തിയത്. അപ്പോൾ അത് തിരുവല്ലക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഞാനേതായാലും എൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ ജീവിത രീതികളോ. കാരണം എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പരിശീലനം നേരിൻ്റെ പക്ഷത്ത് തന്നെ നിൽക്കണമെന്നാണ്. ആ നേരിൻ്റെ പക്ഷത്ത് തന്നെ സഞ്ചരിച്ചുകൊണ്ടാണ്, പിതാവിൽ നിന്ന് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ ഗുരുവായ വിശ്വംഭരൻ സാറ് വളരെ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന്, പിതാവിൽ നിന്ന്, അഭിഭാഷക വൃത്തിയിൽ എൻ്റെ സീനിയറായിരുന്ന ONN സാറാണെങ്കിൽ കേസ് നടത്തിപ്പിൽ പോലും കൃത്യമായ സത്യസന്ധത പുലർത്തിയിരുന്നു. അപ്പോൾ ആ ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായെങ്കിൽ ഞാൻ സഹിക്കാൻ തയ്യാറാണ്, അതിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാണ്. ആ പാതയിൽ തന്നെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്ന് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. തിരുവല്ലയിലെ മത്സരം വളരെ വ്യത്യസ്തമാണ്. ഈ വർഷം 3 പ്രധാന സ്ഥാനാർത്ഥികളാണ്.
ഈ 3 പേരിൽ നിന്നും താങ്കൾ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്? ഞാനെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുള്ള ജനങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം. ഇപ്പോൾ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ആസ്തി സമർപ്പിച്ചല്ലോ. മറ്റ് സ്ഥാനാർത്ഥികളുടെ 3-1, 4-1 ആസ്തി മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇത്ര നാൾ MLA. അതൊരു ജനങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. തിരുവല്ലയിലെ കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഞാനാണ്. ഇപ്പോൾ മഹാപ്രളയം ഉണ്ടായ സമയത്ത്, കോവിഡ് ഉണ്ടായ സമയത്ത് നാടിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ ഭവനങ്ങളിൽ പോവുകയും മരുന്നില്ലാത്തവർക്ക് മരുന്നെത്തിക്കുകയും ഭക്ഷണ കിറ്റുകൾ എത്തിക്കുകയും കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുകയും അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ അവരുടെ ഒപ്പം നിന്നു എന്നുള്ളത് മറ്റേ പല ആളുകളും ആ ഘട്ടങ്ങളിൽ തിരുവല്ലക്കാർ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ പ്രസിഡന്റായ ശ്രീ ഷിനോദ് ടി ചാണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ചുക്കാൻ പിടിച്ചു നിൽക്കുന്നു. എങ്ങനെ കാണുന്നു ഷിനോദെ മാത്യു ടി തോമസ് സാറിൻ്റെ സാധ്യതകൾ? 100% വിജയസാധ്യതയുണ്ട്. സാറിനിൽ നിന്നും മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു MLA ആയിരുന്നു തിരുവല്ലയിലുണ്ടായിരുന്നത്. അതൊരു പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, സ്വാഭാവികമായി രാഷ്ട്രീയ നേതാക്കന്മാരും MLAമാരും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം ഫ്ലെക്സ് ബോർഡുകളും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളും ഉപയോഗിച്ച് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. പക്ഷെ സാർ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിന്താശൈലി ഉള്ളത്, വികസനം എപ്പോഴും ക്രിയാത്മകമായി സുസ്ഥിരമായ ഒരു വികസനത്തിന് നേതൃത്വം നൽകുന്ന ഒരു MLA ആണ് തിരുവല്ലയുടെ MLA. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഫ്ലെക്സുകളുടെ വികസനമല്ല സാർ ആഗ്രഹിച്ചിട്ടുള്ളത്. വരുന്ന തലമുറയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായി വികസനങ്ങൾ തിരുവല്ലയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു MLA. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ജനങ്ങളിൽ സാർ ചെയ്ത പ്രവർത്തനങ്ങൾ എത്തിയാൽ തീർച്ചയായും വൻ ഭൂരിപക്ഷത്തിൽ സാർ 100% തിരുവല്ലയിൽ നിന്ന് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഏത് നേതാവിനും ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. ഡോക്ടർ അച്ചാമ അലക്സ് വളരെ പ്രശസ്തയായ ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ്. ഈ വർഷം പോകത്തില്ലേ? പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പോകണമെന്നാണ് ആഗ്രഹം. നല്ല സപ്പോർട്ട് കൊടുത്ത് കട്ടൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ അച്ചു ഇവിടെ ഉണ്ട്. അച്ചു ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. പപ്പായുടെ ഇലക്ഷൻ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ എത്തിയിരിക്കുകയാണോ? നല്ല പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ആളാണ്. ഞാൻ കുറച്ച് സംസാരിച്ചതാണ്. നല്ലതാണ്. വേറൊരു മോളൂടെ ഉണ്ട്. അമ്മയുടെ പേര് അമ്മു ഉണ്ട്. മാത്യു ടി തോമസ് സാറിന്റെ പിതാവ് മാർ തോമസ് സഭയിലെ ഒരു സീനിയർ പട്ടക്കാരനായ ടി തോമസ് അച്ഛനുമാണ്. അങ്ങനെ നല്ല ഒരു കുടുംബ പശ്ചാത്തലം തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകുന്നതാണ്. നമ്മളെ നയിക്കുന്നവർ കുടുംബത്തിനെ നയിക്കണം യഥാർത്ഥ രീതിയിൽ. അതുകൊണ്ട് അതിൽ അദ്ദേഹം വളരെ മുന്നോട്ട് തന്നെയാണ്. തിരുവല്ലക്കാരോട് അവസാനം ഹൃദയപൂർവ്വം എന്തെങ്കിലും ഒരൊറ്റ വാക്ക് പറ. തിരുവല്ലക്കാർ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് നിരവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അവസരങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ദുർവിനിയോഗം ചെയ്തിട്ടില്ല എന്ന് തിരുവല്ലക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലാകമാനം തിരുവല്ലയ്ക്ക് അഭിമാനം മാത്രമേ ഞാൻ സമ്മാനിച്ചിട്ടുള്ളൂ. ഒരു ജനപ്രതിനിധിയിൽ എന്നെ തിരഞ്ഞെടുത്തയച്ചവർക്ക് ഒരു അപമാനവും വരുത്തിയിട്ടില്ല എന്ന വലിയ കോൺഫിഡൻസ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുണ്ട്. അതിനെ തിരുവല്ലയിലെ ജനങ്ങൾ അംഗീകരിക്കും. തിരുവല്ലയിലെ മോതിരമായി ചരിത്രത്തിൽ താങ്കൾ ഒരു ടൈം കൂടെ MLA ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവല്ല ന്യൂസ് സൈനിങ് ഓഫ്. താങ്ക് യു.